എത്ര നല്ല മനുഷ്യനാ ഈ ഗഫൂർക്ക. ഇവിടെ എവിടാണല്ലോ വീട്? ആരോടാണ് ഇപ്പൊ ചോദിക്കത്? മോനെ തൊട്ടാവാടിനറിയോ? പിന്നെ അറിയോന്നോ, മുള്ളുള്ള ചെടിയല്ലേ, തൊട്ട വാടിപ്പോവും. ആ തൊട്ടാവാടിയല്ലോ ഞാൻ ചോദിച്ചത്. പ്രശസ്ത കവി സുഗുണൻ തൊട്ടാവാടിനെ കുറിച്ചാണ്. ഓ, നമ്മുടെ കവി. അയാളുടെ വീട്ടിലേക്കാണെങ്കിൽ നേരെ പോയാ മതി. ഇടത്ത ഭാഗത്തൊരു ഭാർഗവീ നിലയം കാണാം. അത് തന്നെയാ വീട്. പറച്ചോനെ, ഇവിടെ ആൾ താമസമുള്ളതായിട്ട് തോന്നില്ലല്ലോ. വല്ല പ്രേതവും വിശ്വാസം ഞമ്മളെ കഥ അയക്കാണെന്നാ മതിയേനു. ഏതായാലും ഒന്ന് വിളിച്ചു നോക്കാം. സുഗുണ, തൊട്ടാവാടി, തൊട്ടാവാടി, കവി സുഗുണ. സ്വാഗതം സ്വാഗതം സോദര, സുസ്വാഗതം. കഥനങ്ങൾ തളം കെട്ടിയ മണൽത്തരികളിൽ പാദമമർത്തി നീ വരിക, മുന്നോട്ട് വരിക. ആ, രസപ്പെട്ടു. സ്വാഗതം. ഉപവിഷ്ടനാകൂ. എന്താവാൻ? ഇരിക്കൂ. സുഗുണേട്ടാ, ഞമ്മള് ഗഫൂർ കൈരളി ക്ലബിന്റെ പ്രസിഡന്റാണ്. ക്ലബിന്റെ വാർഷിക പരിപാടി സാർ ഉദ്ഘാടനം ചെയ്യണം. ഉദ്ഘാടനം നിരന്തരം ഘടവൽക്കജമായി കൊണ്ടിരിക്കുന്ന സംസ്കാര വ്യാകരണങ്ങളിൽ നിർനിമേഷനായി വിഹരിക്കുന്ന കഴുകൻ കണ്ണുകൾ തീത്തുപ്പുന്ന സംസ്ഥാനങ്ങൾ, അന്തർദാഹങ്ങൾ, വിസ്ഫോടനങ്ങൾ തീർക്കുമ്പോഴും പ്രതികരിക്കാൻ അറിയാതെ ഉഴറുന്ന കഴുതകൾ. ആരാണിവിടെ വരേണ്യ വർഗം? നിഷേധത്തിന്റെ കൊടുങ്കാറ്റുകൾ ചിറകരിഞ്ഞു വീഴ്ത്തിയ സമതലങ്ങളെവിടെ? അത് ഞമ്മള് കണ്ടില്ല. പ്രതികരിക്കൂ. എന്തിനാണ് അളിയ? അളിയനോ? കവി സുഗുണൻ തൊട്ടാവാടി എന്റെ തൂലികയിൽ അഗ്നിജ്വാലകൾ ശരം കണക്കെ കുതിച്ചു പായുമ്പോൾ ഭരിക്കുന്നവന്റെ കാവൽ മാടങ്ങൾ കത്തിയെരിയും. ഉളുപ്പില്ലേ മനുഷ്യ എന്നെ ഒരു പീക്കിരി ക്ലബിന്റെ ഉദ്ഘാടനത്തിന് ക്ഷണിക്കാൻ? ഇവിടെ പ്രതികരിക്കുന്ന ഒരു സമൂഹമുണ്ടെന്ന് ഞാൻ വൃഥാ വ്യാമോഹിച്ചു. വിഘടനങ്ങളുടെ തീവ്രതകൾ കൊടുമുടികൾ തീർക്കുമ്പോൾ കരുത്തിന്റെ ഓലച്ചൂട്ടുകൾ മസ്തിഷ്കങ്ങൾ പിളരുന്ന ബോംബുകളായി ആകാശത്ത് തിരമാല തീർക്കുന്നു. താനിതൊന്നും കാണുന്നില്ലേ? എന്നിട്ടും പ്രതികരിക്കാത്തതെന്ത്? പറയൂ, എന്തുകൊണ്ട് നിങ്ങൾ പ്രതികരിക്കുന്നില്ല? എനിക്ക് വെറുപ്പാണ്. അതെ, പ്രതികരിക്കാത്ത ഈ സമൂഹത്തോട് ഈ സുഗുണൻ തൊട്ടാവാടിക്ക് വെറുപ്പാണ്. പ്രതികരിക്കൂ, പ്രതികരിക്കൂ കീടമേ. ഒന്ന് തൊട്ടപ്പോഴേക്കും വാടിപ്പോയല്ലോ. ഇതാണല്ലേ തൊട്ടാവാടി? ഇവന്റെ കവിത വായിച്ച എത്ര പേരിങ്ങനെ വീട്ടിലുണ്ടാവും മതിരീങ്ങളെ.